നമസ്കാരം. ഉത്സവ കേരളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉത്സവ കേരളത്തിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഒരു മര്യാദരാമനായ കൊമ്പന്റെ വിശേഷങ്ങളാണ്. മാവേലിക്കരയ്ക്കടുത്തുള്ള കുന്നത്തൂർ എന്ന ഗ്രാമത്തിലെ മുഴുവൻ ആളുകളുടെയും സ്നേഹലാളനകൾ ഏറ്റുവാങ്ങുന്ന ഒരു ഗജവീരൻ കുന്നത്തൂർ രാമു. അവൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. നാട്ടുവഴികളും ഇടവഴികളും ഒറ്റയടി പാതകളും പുഴ പോലെ ഒഴുകുന്ന ഓണാട്ടുകരയിലെ ഒരു ചെറിയ ഗ്രാമം കുന്നത്തൂർ. കരവാഴും ദേവിയായി ഉഗ്രമൂർത്തിയായ വനദുർഗയുടെ സാന്നിധ്യം. അതുമാത്രം മതി കുന്നത്തൂർ എന്ന ഈ ഗ്രാമത്തെ മലയാള നാട്ടിലെ ഒരനുഗ്രഹീത തീരമാക്കി മാറ്റാൻ. മഹിഷാസുര മർദിനിയായ വനദുർഗയിൽ കുടികൊള്ളുന്നത് സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തികളുടെ മുഴുവൻ ശക്തിയുമാണെന്നാണ് വിശ്വാസം. ആ കുന്നത്തൂരമ്മയെ താണുവണങ്ങി നിൽക്കുന്നതാവട്ടെ അമ്മയുടെ അനുഗ്രഹം ആവോളം ലഭിച്ച ഒരു ഗണപതി ചന്തം. സാക്ഷാൽ വിഘ്നേശ്വരന്റെ പ്രതിരൂപമായി തന്നെ ഇവിടുത്തുകാർ കാണുന്ന എണ്ണം പറഞ്ഞ കരുവീരൻ. ഒരു നാടിന്റെ മുഴുവൻ സ്നേഹലാളനകളും ഏറ്റുവാങ്ങി ഗജലോകത്തെ മാണിക്യമായി വിലസുന്നവൻ ഇവൻ കുന്നത്തൂർ രാമു. ആസാം ആനയായ രാമുവിനെ ബീഹാർ സോൻപൂർ മേളയിൽ നിന്നാണ് പാപ്പാലപ്പറമ്പിൽ പോത്തൻ വർഗീസ് വാങ്ങിയത്. കേരളത്തിലെത്തിച്ച് ഒരു മാസത്തിനുള്ളിൽ കുന്നത്തൂർ ദേവസ്വം ഇവനെ വാങ്ങി. 1998 ഒക്ടോബർ 18 നാട്ടുകാർ പിരിച്ചെടുത്ത് നൽകിയ തുകയിലൂടെ രാമുവിനെ കുന്നത്തൂർ ദേവസ്വം സ്വന്തമാക്കുന്നത്. അന്ന് രാമുവിന് പ്രായം 11. ഇപ്പോൾ ഇവന്റെ പ്രായം 30കളിലെത്തി നിൽക്കുന്നു. 20 വർഷം തങ്ങളുടെ കൺമുന്നിൽ വളർന്നു വലുതായവനാണ് രാമു. പിന്നെങ്ങനെയാണ് ഇവിടുത്തുകാർക്ക് പ്രിയപ്പെട്ടവനാവാതിരിക്കുന്നത്? നാട്ടുകാർ തങ്ങളുടെ നെഞ്ചിലെ സ്നേഹം മുഴുവൻ കൊടുത്തു വളർത്തി വലുതാക്കിയ രാമു. അവനൊന്നുറക്കെ വിളിച്ചാൽ ഓടിയെത്താൻ 100 പേരുണ്ടാവും. ഇവിടുത്തെ ഓരോ വീടുകളിലും അനുവാദം ചോദിക്കാതെ കയറി ചെല്ലാനുള്ള അവകാശം രാമുവിനുണ്ട്. കുന്നത്തൂരെ നാട്ടുവഴികളിലൂടെ നടക്കാൻ രാമുവിന് ചങ്ങലക്കെട്ടുകളുടെ ആവശ്യമില്ല. എങ്കിലും നിയമം അങ്ങനെ ആയതുകൊണ്ട് ചിലപ്പോഴെങ്കിലും ചങ്ങലയിട്ടെങ്കിൽ തന്നെ അത് നാട്ടുകാർക്ക് അത്ര രസിക്കാറില്ല. തങ്ങളുടെ രാമുവിന് എന്തിനാണ് ചങ്ങലയുടെ ബന്ധനമെന്ന് പാപ്പാനോട് അല്പം നീരസത്തോടെ തന്നെ ചോദിക്കും നാട്ടുകാർ. ഇപ്പോഴത്തെ പാപ്പാനായ മണിക്കുട്ടൻ 2 വർഷം മുന്നേ രാമുവിന്റെ അമരക്കാരനായി എത്തിയപ്പോൾ കുന്നത്തൂരെ ഇടവഴികൾ കാട്ടിക്കൊടുത്ത് മുന്നേ നടന്നത് രാമു തന്നെയായിരുന്നു. കുന്നത്തൂരെ ഓരോ വീടും ഓരോ വഴികളും രാമുവിന് അത്ര പരിചിതമാണ്. ഇവിടുത്തുകാർക്കാവട്ടെ സ്വന്തം വീട്ടിലെ കുട്ടിയേക്കാൾ വിശ്വാസമാണ് രാമുവിനെ എന്നും പറയാം. മോനെ, മക്കളെ എന്ന വിളികളാവും രാമുവിനെയും കൊണ്ട് പുറത്തിറങ്ങിയാൽ എവിടെയും കേൾക്കാനാവുക. ചുരുക്കി പറഞ്ഞാൽ കുന്നത്തൂർ നിവാസികളുടെ സ്നേഹലാളനത്തിൽ ജീവിച്ചു പോരുന്ന ഒരു ചെല്ലക്കുട്ടിയാണ് രാമു. രാമുവിനെ പറ്റി പറയുമ്പോൾ കുന്നത്തൂർ ദേവസ്വം പ്രസിഡന്റ് സുനിൽ ശ്രദ്ധേയത്തിന്റെ പങ്ക് എടുത്തു പറയാതെ തരമില്ല. രാമുവിനെ ഒരു ദിവസത്തിൽ കൂടുതൽ ക്ഷേത്രത്തിൽ കാണാതെ വന്നാൽ നാട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരിക ഇദ്ദേഹമായിരിക്കും. എവിടെയാണ് രാമു, എന്ന് തിരികെ എത്തും എന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി അറിയുന്ന ഒരാൾ ഇദ്ദേഹം തന്നെയാണ്. രാമു ഏത് ദേശത്ത് എഴുന്നള്ളിപ്പിന് പോയതാണെങ്കിലും അവന് വേണ്ട കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താറുണ്ട് സുനിൽ. സുനിലിനെ സംബന്ധിച്ച് രാമു ആരെന്ന് ചോദിച്ചാൽ സ്വന്തം മകനെ പോലെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അത്രയ്ക്കുണ്ട് ഇവർ തമ്മിലുള്ള ആത്മബന്ധം. കഴിഞ്ഞ 11 വർഷമായി സുനിൽ തന്നെയാണ് കുന്നത്തൂർ ക്ഷേത്രം ദേവസ്വം പ്രസിഡന്റ്. രാമു കുന്നത്തൂരും പത്തനംതിട്ടയിലെ മറ്റു ഭാഗങ്ങളും വിട്ട് ദൂരദേശങ്ങളിൽ പൂരങ്ങളും എഴുന്നള്ളിപ്പുകളുമൊക്കെ എടുത്തു തുടങ്ങിയിട്ട് ഏകദേശം 5 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. ഉറക്കത്തിന്റെ കാര്യത്തിലുള്ള കടുംപിടുത്തമായിരുന്നു മുൻപ് മറ്റു ദേശങ്ങളിൽ പോകുന്നതിന് തടസ്സമായിരുന്നത്. മറ്റെവിടെയെങ്കിലും എഴുന്നള്ളിപ്പുകൾക്ക് പോയാലും തിരികെ കുന്നത്തൂരെ സ്വന്തം തറയിൽ എത്തിയ ശേഷം മാത്രമേ
കക്ഷി ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ. 1-2 ദിവസം ഉറങ്ങിയില്ലെങ്കിലും സാരമില്ല, തിരികെ തന്റെ സ്വന്തം വീട്ടിലെത്തണം ഉറങ്ങാൻ എന്ന പിടിവാശി രാമുവിന് പണ്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ കടുംപിടുത്തത്തിൽ കുറച്ചൊരയവ് വന്നിരിക്കുന്നത് കാരണം മറ്റു ദേശങ്ങളിലെ പൂരങ്ങളിലും രാമുവിന് പങ്കെടുക്കാൻ സാധിക്കുന്നുണ്ട്. മണ്ണിൽ കളിക്കാൻ കുറച്ചധികം താല്പര്യമുള്ള ആളാണ് രാമു എന്നത് പ്രത്യേകം പറയണം. എവിടെയെങ്കിലും നിർത്തിയ ശേഷം പാപ്പാൻ മാറിയാൽ മണ്ണെടുത്ത് ദേഹം മുഴുവൻ വാരിപ്പൂശാൻ ഒട്ടും താമസമുണ്ടാവില്ല ഇവന്. എന്നാൽ അവന്റെ പ്രായത്തിന്റെ ഒരു കുട്ടിക്കളിയല്ലേ ഇതൊക്കെ എന്ന് പറഞ്ഞ് ചിരിച്ചു തള്ളും പാപ്പാൻ മണിക്കുട്ടൻ. കുളിക്കാൻ കുളത്തിലോ പുഴയിലോ ഇറക്കിയാലും ഇങ്ങനെ തന്നെ. വെള്ളം കാണുമ്പോൾ കുട്ടിക്കളി ലേശം കൂടും രാമുവിന്. പിന്നെ തിരികെ കയറ്റാൻ പാപ്പാന്മാർക്ക് നന്നായി വിയർക്കേണ്ടി വരാറുണ്ട് പലപ്പോഴും. ചങ്ങനാശ്ശേരി സ്വദേശി മണിക്കുട്ടനാണ് കഴിഞ്ഞ 2 വർഷത്തോളമായി രാമുവിന്റെ 1-ാം ചട്ടക്കാരൻ. 2-ാം പാപ്പാനായ അച്ചുവും 3-ാം പാപ്പാനായ അഖിലും രാമുവിനൊപ്പം കൂടിയിട്ട് 2 വർഷത്തോളമായി. മണിക്കുട്ടൻ ചട്ടക്കാരനായി എത്തുന്നതിന് മുൻപ് രവിക്കൊച്ചേട്ടൻ എന്ന് നാട്ടുകാർ സ്നേഹത്തോടെ വിളിക്കുന്ന രവിച്ചേട്ടനായിരുന്നു രാമുവിന്റെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത്. ഇവനെ എഴുന്നള്ളിപ്പ് ചിട്ടകളും ചട്ടങ്ങളുമെല്ലാം പഠിപ്പിച്ച് കൊണ്ടു നടന്നിരുന്നത് ഇദ്ദേഹമായിരുന്നു. കുന്നത്തൂർ ക്ഷേത്രത്തിലെ തിരുമേനിയും ക്ഷേത്രം ജീവനക്കാരിയായ കാർത്തിയായനി അമ്മയും ക്ഷേത്രത്തോട് ചേർന്ന വീടുകളിലെ അംഗങ്ങളുമൊക്കെയാണ് രാമുവിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ. ഇവർക്കും രാമുവിനെ പിരിഞ്ഞിരിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാർത്തിയായനി അമ്മയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കഴിക്കാത്ത ഒരു ദിവസം പോലും രാമുവിന്റെ ജീവിതത്തിൽ ചുരുക്കമായിരിക്കും. എവിടെയെങ്കിലും രാമുവിനെ എഴുന്നള്ളിപ്പിന് കൊണ്ടുപോയാൽ മടങ്ങിയെത്തുന്നതുവരെ വഴിക്കണ്ണുമായി കാത്തിരിക്കാറുണ്ട് ഈ അമ്മ, കാർത്തിയായനി അമ്മ. രാവിലെ തന്നില്ലയോടാ ചോറ്? ഒന്നുകൂടെ വിളിച്ചേ ചേച്ചി. അവന് കൊണ്ടുവന്നു അതിന് ആ തൂമ്പിട്ടേ വീട്ടിൽ വാടാ. തുടങ്ങിയോ? ചേച്ചി എത്ര നാളായി കുന്നത്തൂർ രാമുവിനെ ചേച്ചിക്കറിയാം? അതെന്താ അതിനോട് ചോദ്യം? എത്ര നാളായി കുന്നത്തൂർ രാമുവിനെ അറിയാം? അവൻ്റെ കുഞ്ഞിലെ അവനെ ഇവിടെ കൊണ്ടുവന്ന ആളി തൊട്ട് അറിയാല്ലേ? ചേച്ചിയാണോ ഇന്ന് രാവിലെ ഇവന് ചോറ് കൊടുക്കുന്നത്? ചെറുപ്പെല്ലാം കൊടുക്കും. അപ്പോൾ ഇപ്പം നീരുകാലം ആണെങ്കിലും ചേച്ചിക്ക് അടുത്ത് നീരുകാലമാണ് ചേച്ചി കൊടുക്കില്ല, അടുത്തോട്ട് പോകാറില്ല. ഇല്ല, ബാക്കിയുള്ള സമയത്താണെങ്കിൽ അധികം വരുന്നത് അമ്പലത്തിലെ ചോറ്. അപ്പോൾ ചേച്ചി അടുത്ത് ചേച്ചി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ശല്യമില്ല, വരും. അപ്പോൾ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി അല്ലേ? ചേച്ചി ഇപ്പം എത്ര നാളായി ഇവിടെ അമ്പലത്തിൽ പടി? 5-6 കൊല്ലം. അതിനു മുമ്പ് ചേച്ചിക്ക് രാമുവിനെ അറിയാം? ഇതല്ലായിരുന്നു, വേറെ ആയിരുന്നു. വേറെ ആനയായിരുന്നു. ആ ആനയായിട്ടും ഇതുപോലെ തന്നെയായിരുന്നോ? സ്നേഹം ഉണ്ടായിരുന്നു. സാധാരണ 3 മാസം കൊണ്ട് അവസാനിക്കാറുള്ള നീരുകാലം ഇക്കുറി രാമുവിന് 7 മാസം നീണ്ടുനിന്നു. എന്നാൽ നീരുകാലത്തും പൊതുവെ ശാന്തനാണ് ഇവൻ. ഈ സമയത്തും 1-ാം ചട്ടക്കാരന് ആനയെ അഴിച്ചുകെട്ടാം, കുളിപ്പിക്കാം, ആഹാരവും കൊടുക്കാം. പാപ്പാനെ നീരുകാലത്ത് അടുത്തേക്ക് വരാൻ പോലും സമ്മതിക്കാത്ത ആനകൾക്കിടയിലാണ് രാമു ഇങ്ങനെ വ്യത്യസ്തനാകുന്നത്. പൊതുവെ ചങ്ങലയിട്ട് അത്ര ശീലമില്ലാത്തതുകൊണ്ടാവാം നീരുകാലത്തും ചങ്ങലയിടുന്നതിനോട് കക്ഷിക്ക് അത്ര താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ചങ്ങല വലിച്ചു പൊട്ടിക്കലാണ് നീരുകാലത്തെ പ്രധാന പരിപാടി. ഇങ്ങനെയുള്ള ചില്ലറ കുസൃതികൾ കാട്ടിക്കൂട്ടുമെന്നല്ലാതെ ഈ സമയത്ത് പോലും അപകടകാരിയായ ആനയല്ല രാമു. പൊതുവെ ആഹാരപ്രിയനാണെങ്കിലും നീരുകാലത്ത് ഭക്ഷണത്തോട് അത്ര താല്പര്യമില്ല ഇവന്. നീരുകാലം കഴിഞ്ഞാൽ 1.5 മാസം പിന്നെ സുഖചികിത്സയുടെ കാലമായിരിക്കും രാമുവിന്. തുടർന്ന് കുന്നത്തൂർ ക്ഷേത്രത്തിലായിരിക്കും ആദ്യ എഴുന്നള്ളിപ്പ്. കഴിഞ്ഞ സീസണിൽ തൃശൂർ പൂരം, ഉത്രാളിക്കാവ് പൂരം, ചെമ്പൂക്കാവ് പൂരം തുടങ്ങി ഒട്ടേറെ പൂരങ്ങളിൽ ഇവൻ ഭാഗമായിട്ടുണ്ട്. വർഷത്തിൽ 50-ന് മുകളിൽ പൂരങ്ങളിൽ മാത്രമേ രാമു പങ്കെടുക്കാറുള്ളൂ. അങ്ങനെ എഴുന്നള്ളിപ്പുകളിലൂടെ ലഭിക്കുന്ന തുക കുന്നത്തൂരമ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി നിരാലംബരായവരിലേക്ക് എത്തിക്കുകയാണ് പതിവ്. പൊതുവെ ആഹാരപ്രിയനായ രാമു കുന്നത്തൂരിലെ നാട്ടുവഴികളിലൂടെ നടക്കാൻ ഇറങ്ങിയാൽ പിന്നെ കുശാലാണ് അന്നത്തെ കാര്യം. നടന്നു നീങ്ങുന്ന വഴികളിലെല്ലാം നാട്ടുകാർ എന്തെങ്കിലുമൊക്കെ കരുതി കാത്തുനിൽപ്പുണ്ടാവും തങ്ങളുടെ പ്രിയപ്പെട്ട രാമുവിന് നൽകാൻ. അതൊരു മിഠായി ആണെങ്കിൽ കൂടി ഇരുകൂട്ടർക്കും സന്തോഷം. എന്നാൽ ആഹാരം കൊടുക്കുമ്പോൾ വൃത്തിയായി തന്നെ വേണമെന്ന് നിർബന്ധമുണ്ട് രാമുവിന്. പാപ്പാനായാൽ പോലും ചോറ് ഉരുളയാക്കി കൊടുത്ത ശേഷം കൈ കഴുകാതെ തൻ്റെ ദേഹത്തെങ്ങാൻ തൊട്ടാൽ കളി മാറും. എച്ചിൽ കൈകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരണ്ട, അങ്ങ് മാറി നിന്നാട്ടെ
എന്ന മട്ടിൽ നോക്കും രാമു. ഈ ഒരു കാര്യത്തിൽ മാത്രം സ്വല്പം കടുംപിടുത്തക്കാരൻ തന്നെയാണിവൻ. ഈ ഒരു വൃത്തിക്കാര്യമൊഴിച്ചാൽ പൊതുവെ പാവത്താൻ തന്നെയാണ് രാമു എന്ന് പറയാം. എന്നാൽ പാപ്പാൻ മണിക്കുട്ടന്റെ അഭിപ്രായത്തിൽ വെള്ളിയാഴ്ച ദിവസം രാമുവിന് ഒരു പ്രത്യേക ഗൗരവം തന്നെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. 22 വർഷങ്ങളായി കുന്നത്തൂരമ്മയുടെ ദാസനായി ആ തിരുമുറ്റത്ത് ജീവിച്ചതുകൊണ്ടാവാം ദേവിയുടെ വിശേഷ ദിവസമായ വെള്ളിയാഴ്ച ഈയൊരു ഗൗരവം അവനിൽ കാണപ്പെടുന്നത്. അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കാനാണ് ഇവിടുത്തുകാർക്കിഷ്ടം. കുന്നത്തൂർ ദേവിയുടെ അനുഗ്രഹം രാമുവിന് അളവില്ലാതെ ലഭിച്ചിട്ടുണ്ടെന്നാണ് നാട്ടുകാരുടെ വിശ്വാസം. അതിന് തെളിവായി ഇവർ പറയുന്നൊരു സംഭവം ഇങ്ങനെ. കുന്നത്തൂർ ക്ഷേത്രത്തിലെ കഴിഞ്ഞ ഉത്സവ സമയത്ത് രാമു മതപ്പാടിലായിരുന്നു. ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ ജീവത എഴുന്നള്ളത്ത്. അന്നേ ദിവസം ക്ഷേത്രത്തിലേക്ക് കയറുന്നതിന് മുൻപായി രാമുവിന്റെ അടുത്തേക്ക് എഴുന്നള്ളുകയും തന്റെ പോറ്റമ്മയെ രാമു തുമ്പിക്കൈ ഉയർത്തി വണങ്ങുകയും ചെയ്തത് നാട്ടുകാർ ഇന്നലെ കഴിഞ്ഞതുപോലെ ഓർക്കുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെ രാമുവിന് കുന്നത്തൂർ ഗ്രാമത്തിൽ ഒരു ദൈവിക പരിവേഷമുണ്ടെന്ന് തന്നെ പറയാം. നമസ്കാരം. അപ്പോൾ നിങ്ങൾ കുന്നത്തൂർ ആനപ്രേമി സംഘമാണ് അല്ലേ? കുന്നത്തൂർ രാമുവിനെ പറ്റി പെട്ടെന്ന് നിങ്ങളോട് പറയാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് പറയാൻ പറ്റുന്നത്? പെട്ടെന്ന് ഇവനെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ശാന്തസ്വരൂപനാണ്. നമുക്ക് ആർക്ക് വേണമെങ്കിലും അവൻ്റെ അടുക്കൽ ചട്ടക്കാരുള്ളപ്പം അടുത്ത് പോയി നിൽക്കുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല. ഇതുവരെ ഞാൻ എൻ്റെ കുഞ്ഞിനെ പോലെ കാണുന്ന ഒരു ആനയാണ്. ഇതുവരെ ഇവനൊരു പ്രശ്നം ഉണ്ടാക്കിയതായിട്ട് നമ്മുടെ അറിവിലില്ല. ആർക്ക് വേണേലും എപ്പോ വേണേലും അടുത്ത് ചെല്ലാം. ഞങ്ങളുടെ നാട്ടുകാരനാണ്. നാട്ടുകാരൻ ഉപരി ഒരു കൂട്ടുകാരൻ എന്ന് പറയാം അല്ലേ? അപ്പം ഇപ്പം ഇവന് കേരളത്തിൽ ഒരുപാട് ആരാധകരുണ്ട്. ഒരുപാട് പൂരങ്ങളിൽ പുള്ളി പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇതിന്റെ കൂട്ടത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ പൂരങ്ങൾക്ക് പോകാറുണ്ടോ? എവിടേക്കാണ് പോവാറ്? പാവറട്ടിയിൽ അല്ലേ? അവിടെ പോയിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം പോയിട്ടുണ്ട്. എങ്ങനെ അവിടത്തേക്ക് ഭയങ്കര റെസ്പോൺസ്, ഭയങ്കര ആരാധകരായിരുന്നോ രാമുവിന്? അതെ. രാമുവിന് കിട്ടിയ പട്ടങ്ങളൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ? ഗജശ്രേഷ്ഠ കുലപതി, അതെ, ദുർഗാദാസ സ്ഥാനപതി. ഓക്കെ. കാരണം നിരവധി പട്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇപ്പം രാമുവിനെ പറ്റി പറയാൻ പറഞ്ഞാൽ അവന്റെ നിലവാണോ ഇഷ്ടം, സൗന്ദര്യമാണോ ഇഷ്ടം, അതോ ശാന്ത സ്വരൂപനാണ്? അവൻ എല്ലാ സർവ്വതും ഒത്തിണങ്ങിയ ഒരാളാണ്. അവന് ഒരു കുറവും ഞങ്ങൾ നോക്കിയിട്ട് കാണുന്നില്ല. ഇപ്പൊ ഒരു ഉത്സവത്തിലോട്ട് പറമ്പിലോട്ട് കയറി കഴിഞ്ഞാൽ കൂട്ടാനായിട്ടും തിടമ്പാനായിട്ടും പുള്ളിക്ക് യാതൊരു പ്രശ്നവും. ശാന്ത സ്വരൂപനാണ്. ആ വാക്ക് അന്വർത്ഥം ആക്കുന്ന ആളാണ്. ഒരു പ്രശ്നമില്ല. ആനയോടും ആളിനോടും ഒരു പ്രശ്നമില്ല. പിന്നെ നിങ്ങൾക്കൊക്കെ ആണെങ്കിൽ അടുത്ത് എന്ന് എന്ത് വേണേ കൊടുക്കുവോ? കൊടുക്കുന്നതിനോ ചട്ടക്കാർ കാണണം. ചട്ടക്കാരില്ല നമ്മളങ്ങനെ അടുത്ത് പോകാറില്ല. പോയാലും അവനൊന്നും ചെയ്യത്തില്ല. പക്ഷെ ചട്ടക്കാരുള്ള മണിക്കൂറിനൊക്കെ ഉള്ളപ്പോഴേ ഞങ്ങൾ പോകത്തുള്ളൂ. എന്നാലും നമുക്ക് വളരെ നല്ല സ്നേഹത്തിലുള്ള ആനയാണ്. ശല്യങ്ങളൊന്നുമില്ല. നമുക്കിപ്പോൾ ഭക്ഷണമായി വെച്ച് കൊടുക്കാനോ എന്തിനു വേണേലും ഒരു പ്രശ്നവും. പിന്നെ ഞങ്ങൾ കുഞ്ഞിനെ പോലെ കാണുന്ന ആനയെ. നേരത്തെ ഒരു കൊച്ചാനായിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ മണിക്കൂട്ടൻ വന്നു. മണിക്കൂട്ടൻ ഇപ്പോൾ സ്വന്തം അനിയനെ പോലെ ഇവനെ കൊണ്ടു നടക്കുന്നു. മണിക്കൂട്ടൻ ഗംഭീരമായിട്ട് ആനയെ നോക്കുന്നുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അവന് അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് ആനയോട് കൊടുക്കുന്നത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യം. അവനും അവന്റെ കൂടുള്ള എല്ലാവരും. പിന്നെ നാട്ടുകാരുടെ ആയിട്ടാണെങ്കിലും വളരെ ഒരു വലിയ സപ്പോർട്ടുണ്ട്. രാമുവിനെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷം അതിജീവനത്തിന്റെ കൂടി സമയമായിരുന്നു. കുറെ മാസങ്ങൾ നീണ്ടുനിന്ന നീരുകാലം അവസാനിക്കാറായപ്പോഴാണ് നാൽക്കാലികളിൽ കണ്ടുവരാറുള്ള ഗുരുതരമായ പാദരോഗം പിടിപെട്ടത്. രോഗം മൂർച്ഛിച്ചെങ്കിലും അതിൽ നിന്നൊക്കെ ആരോഗ്യത്തോടെ മടങ്ങിയെത്താൻ കുന്നത്തൂരമ്മയുടെ അനുഗ്രഹം രാമുവിനെ കാത്തു എന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. 2.5 മാസത്തോളം പാദരോഗത്തിന്റെ വിഷമതകൾ അലട്ടിയപ്പോഴും രാമുവിന് ചുറ്റും സദാ ഒരു കൂട്ടം ചെറുപ്പക്കാരുണ്ടായിരുന്നു. കുന്നത്തൂർ സ്വദേശികളായ വിഷ്ണുവും അങ്കിതും അനീഷും ശരത്തുമൊക്കെ അവരിൽ ചിലർ മാത്രം. പേരെടുത്ത് നന്ദി പറയാവുന്നതിലപ്പുറമായിരുന്നു രാമുവിനെ ശുശ്രൂഷിച്ചവരുടെ കണക്കുകൾ. ഈ സമയത്തെല്ലാം കുന്നത്തൂർ ക്ഷേത്രം ദേവസ്വം പ്രസിഡന്റ് സുനിലും ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളും ചട്ടക്കാരായ മണിക്കുട്ടനും അച്ചുവുമൊക്കെ രാവും പകലും രാമുവിനൊപ്പം നിലകൊണ്ടു അവന് കാവൽ നിന്ന പോലെ. രോഗം കലശലായപ്പോൾ ഒരിക്കലെങ്കിലും കിടന്നുപോരുന്നെങ്കിൽ പിന്നീടവനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക ബുദ്ധിമുട്ടാണെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയിരുന്നു. ഡോക്ടർ ഗിരീഷ്, വെറ്റിനറി സർജൻ ശശീന്ദ്രദേവ് എന്നിവരുടെ അശ്രാന്തമായ ശ്രമഫലമായി കൂടിയാണ് രാമു പരിപൂർണ ആരോഗ്യവാനായി മടങ്ങിയെത്തിയത്. ഒപ്പം രാമുവിനെ സ്നേഹിക്കുന്ന കുന്നത്തൂർ നിവാസികളുടെ മനമുരുകിയുള്ള പ്രാർത്ഥനയും കുന്നത്തൂരമ്മയുടെ അനുഗ്രഹവും അവനെ കാത്തതാവാം. തങ്ങളുടെ പ്രിയപ്പെട്ടവൻ ആരോഗ്യത്തോടെ തിരികെ എത്താൻ ഇവിടുത്തുകാർ അത്രത്തോളം ആഗ്രഹിച്ചിരുന്നിരിക്കണം. ചുരുക്കി പറഞ്ഞാൽ രാമുവിന്റെ 2ാം ജന്മം തന്നെയാണിതെന്ന് പോലും പറയാം. ഒരു ക്ഷേത്ര ഭരണസമിതിയും രാമുവിനെ സ്നേഹിക്കുന്ന കുറച്ച് നാട്ടുകാരും അവന്റെ ചട്ടക്കാരുമെല്ലാം
2.5 മാസത്തോളം രാപ്പകലില്ലാതെ കൈകോർത്തതിന്റെ പ്രതിഫലം കൂടിയാണ് ഇന്ന് നമ്മൾ കാണുന്ന ആരോഗ്യവാനായ രാമു. നിലത്തിഴയുന്ന തുമ്പിയും വീണെടുത്ത കൊമ്പുകളും ഉയർന്ന വായുകുംഭവും നല്ല ഉടൽ നീളവുമുള്ള രാമുവിന്റെ ഉയരം 302 സെന്റിമീറ്ററാണ്. കുഴിക്കണ്ണുകളാണ് ഇവന്റെ മറ്റൊരു പ്രത്യേകത. രാമുവിന്റെ സ്വഭാവം നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതുകൊണ്ടുകൂടിയാണ് 2009 മുതൽ ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഇവന് ശാന്തസ്വരൂപ ഗജരാജൻ എന്ന പട്ടം സമ്മാനിച്ചത്. മാതംഗ ശ്രേഷ്ഠൻ, ഗജരത്നം തുടങ്ങി നിരവധി പട്ടങ്ങളും ഇവന്റെ പേരിലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒട്ടുമിക്ക അഴകളവുകളും സ്വഭാവ ഗുണങ്ങളും ഒത്തിണങ്ങിയ കൊമ്പൻ തന്നെയാണ് കുന്നത്തൂർ രാമു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി വരാനിരിക്കുന്ന ഉത്സവ കാഴ്ചകളിലെ മിഴിവാർന്ന സാന്നിധ്യമായി മാറാൻ രാമുവിന് കഴിയും എന്നത് തീർച്ച. ഒപ്പം കുന്നത്തൂർ വാഴുന്ന വനദുർഗയുടെ പ്രിയദാസനായി ആ പൊൻതിടമ്പേറ്റാൻ കുന്നത്തൂർ ഗ്രാമത്തിലെ മുഴുവൻ പേരുടെയും മനസ്സിൽ ഗജാനനന്റെ പ്രതിരൂപമായി വിലസാൻ രാമുവിന് ഇനിയും സാധിക്കട്ടെ എന്ന് ഉത്സവ കേരളം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.